കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിന്റെ പേരിൽ 22 ലക്ഷം രൂപ DCC പ്രസിഡന്റ് MB വിൻസെന്റ് വാങ്ങിച്ചെന്ന് പത്മജ വേണുഗോപാൽ. എന്നാൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ വാഹനത്തിൽ കയറ്റാൻ തയ്യാറായില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന്. KPC വന്നിട്ടല്ലോ പൈസ അറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കയറണ്ടേ ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട് പ്രതാപൻ ഇന്ന്, ഞാനല്ല എഴുതിയത്. ആ ഒരു അതിലെങ്കിൽ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചിയെ വണ്ടിയിൽ പോലും കയറ്റിയില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. ആക്ഷേപമുണ്ടോ ആ പൈസ അവര് വേറെ എന്തെങ്കിലും വക മാറ്റിയെന്നൊരു? തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCC ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്. അവിടെ 10-12 കൊടുത്തു. എത്ര ചെലവായി? അതൊക്കെ അവരോട് ചോദിക്കണം. ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, KPCC നേതാക്കൾ നടത്തിയ മറ്റൊരു തട്ടിപ്പിൻ്റെ പണപ്പിരിവിൻ്റെ കാര്യം കൂടിയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ 22 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന മുൻ MLA MB വിൻസെന്റ് വാങ്ങി എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി നേതാക്കൾ ഇത്തരത്തിൽ പണം വാങ്ങിയതായി കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയായ തമ്പാനൂർ സതീഷ് കെ സുധാകരൻ പണപ്പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി. ഇന്നിപ്പോൾ പത്മജ തന്നെ പറഞ്ഞിരിക്കുകയാണ് MB വിൻസെന്റ് പണം വാങ്ങിച്ചത്. എന്തൊക്കെയാണ് പിന്നീട് പത്മജ വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞത്? പത്മജ വേണുഗോപാൽ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. 22 ലക്ഷം രൂപ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിൻ്റെ പേരിൽ 22 ലക്ഷം രൂപ DCC പ്രസിഡന്റ് MB വിൻസെന്റ് വാങ്ങിച്ചെന്നാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ വാഹനത്തിൽ കയറ്റാൻ തയ്യാറായില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇതേ സംബന്ധിച്ച് KPCC പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെന്നും തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി 22 ലക്ഷം രൂപ എന്ത് ചെയ്തുവെന്ന് തനിക്കറിയില്ലെന്നുമാണ് പത്മജ വേണുഗോപാൽ ഇന്ന് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. വലിയ തരത്തിലുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ചും അന്ന് DCC പ്രസിഡന്റായ MB വിൻസെന്റിനെതിരെ, അന്നത്തെ പഴയ ഒല്ലൂർ MLA ആയ MB വിൻസെന്റിനെതിരെ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തിലും ഇത്തരത്തിലുള്ള പണപ്പിരിവ് നടത്തുന്നതും വകമാറ്റി ചിലരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നതുമായ വാർത്തകൾ, ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്നു വരാറുണ്ട്. അതിലൊടുവിലെത്തതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ ഇപ്പോൾ MB വിൻസെന്റിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ്. 22 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്നും MB വിൻസെന്റ് വാങ്ങി. പക്ഷേ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ വാഹനത്തിലടക്കം കയറ്റിയില്ല എന്നുമാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണിപ്പോൾ പത്മജ വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം 22 ലക്ഷം രൂപ വാങ്ങിച്ചു. ഒപ്പം തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ പരിപാടിക്കായി 10 ലക്ഷം രൂപ നേരത്തെ KPCC അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിലവിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ച് മാത്രം 32 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു. പക്ഷേ ആ പൈസ എവിടെ പോയി എന്നുള്ളത് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിക്കണമെന്നാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പത്മജ വേണുഗോപാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? സിജു, തന്നെ സാമ്പത്തികമായി കബളിപ്പിച്ച കാര്യങ്ങളാണ് പത്മജ വേണുഗോപാൽ ഇന്ന് തുറന്നു പറഞ്ഞത്. മറ്റു നിരവധി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ, കാരണം നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ചിരുന്നതാണ് തന്നെ തൃശ്ശൂരിൽ നേതാക്കൾ പരാജയപ്പെടുത്തി അതിനുവേണ്ട കൂട്ടായ ശ്രമങ്ങൾ നടത്തി പല രീതിയിലും കബളിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സാമ്പത്തികമായി പത്മജ വേണുഗോപാലിനെ പല രീതിയിൽ നേതാക്കൾ പറ്റിച്ചിട്ടുണ്ട് എന്നത് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു പരസ്യമായ രഹസ്യമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് നമ്മൾ. അതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. 22 ലക്ഷം രൂപയാണ് കഴിഞ്ഞ DCC പ്രസിഡന്റ്, അതായത് മുൻ MLA MP വിൻസെന്റ് DCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പ്രചാരണ വാഹനത്തിൽ കയറ്റാമെന്നും
ആ വാഹനത്തിൽ നിർത്തുന്നതിന് വേണ്ടി ആണ് ഈ പണം വാങ്ങിയത് എന്നുമാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. എന്നാൽ DCC പ്രസിഡന്റ് ചോദിച്ചു വാങ്ങിയ പണം, അതായത് ഇത് പ്രചാരണത്തിന് ആവശ്യമുള്ള ചെലവിലേക്ക് പണം വാങ്ങുന്നു. എന്നാൽ KPCCയിൽ നിന്നും പ്രചാരണത്തിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി അന്ന് ഫണ്ട് അനുവദിച്ചിരുന്നു. ഈ ഫണ്ട് കിട്ടിയ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത്. എന്നാൽ ഈ പണം പിന്നീട് തിരിച്ചു നൽകിയിട്ടുമില്ല, ഇവരെയൊട്ട് വാഹനത്തിൽ കയറ്റിയിട്ടുമില്ല. അതുകൊണ്ട് അതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. ഇത് തന്നെയല്ല, ഇനിയും നിരവധി കാര്യങ്ങൾ ഒരുപക്ഷെ നേതാക്കൾ പല രീതിയിൽ കബളിപ്പിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാനിടയുണ്ടെന്ന സൂചനയും പത്മജ വേണുഗോപാൽ നൽകുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കളുടെ മറുപടി. MP വിൻസെന്റും അത്തരത്തിലാണ് പ്രതികരിച്ചത്. സിജു. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. പത്മജ വേണുഗോപാൽ വലിയ തരത്തിലുള്ള ആരോപണവും ഉന്നയിച്ചു വന്നിരിക്കുന്നു. 22 ലക്ഷം രൂപ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ വാഹനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. MP വിൻസെൻ്റാണ് ഇത്തരത്തിൽ 22 ലക്ഷം രൂപ വാങ്ങിയത്. മാത്രമല്ല KPCC ഇതിനായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ പണം എവിടെ പോയി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളോട് തന്നെ ചോദിക്കണമെന്നാണ് പത്മജ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്.